ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ഞാനൊരു ഫ്രണ്ട് ഓപ്പൺ നൈറ്റി ചെയ്യുന്നതിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫ്രണ്ടിലെ യോക്ക് പാർട്ടിന് ഞാൻ ഒരു ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ 4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ സ്റ്റിച്ചിൽ കൊള്ളാതെ അവിടെ എവിടെയായിട്ട് ഓരോ കട്ടിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മറിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ ഒന്ന് മറിച്ച് വെച്ചിട്ട് ആ ലൈനിങ്ങിൻ്റെ അരികിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചെന്നാൽ നമുക്ക് അകത്തേക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി മറിച്ച് അടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് അകത്തേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ അരികിലൂടെ ഒന്ന് നെക്കിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ലൈനിങ് എല്ലാ വശവും ഒന്ന് കൂട്ടി തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കും. ഇനി അതിൻ്റെ നെക്കിലായിട്ട് ഞാനൊരു പൈപ്പിങ് കൊടുക്കുന്നുണ്ട്, ക്രീം കളറ്. അപ്പോൾ ക്രോസ് പീസ് വെച്ച് അടിക്കുന്നതായിരിക്കും ഏറ്റവും ഭംഗി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്ത് തയ്ക്കുവാണ് കേട്ടോ ചെയ്തത്. സെയിൽ ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിൽ ക്രോസ് പീസ് വെച്ച് നല്ല വൃത്തിക്ക് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ പൈപ്പിങ് കൊടുത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ ആ കളറ് തുണിയും കൊണ്ട് പൈപ്പിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ക്രോസ് പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗം ക്രോസ് പീസ് വെച്ച് ഞാൻ നെക്കിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് അകത്തേക്ക് മറിച്ചടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം. അപ്പോൾ ആ 2 ഭാഗവും നമുക്ക് നല്ല വശങ്ങൾ ചേർത്ത് വെക്കാം. നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ആ പീസ് അടിച്ചിരിക്കുന്നതിൻ്റെ അരികിലേക്ക് കറക്റ്റായിട്ട് അടുപ്പിൻ്റെ അവിടെയായിട്ട് വെച്ചിട്ട് ആ ക്രോസ് പീസ് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒന്ന് അതിൻ്റെ മുകളിലായിട്ട് നിവർത്തി വെച്ചിട്ട് അകത്തേക്ക് ഒരു മടക്കൊന്ന് മടക്കുക. എന്നിട്ട് അതിന് മുകളിലൂടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊന്നും ആ ഷോൾഡറിൻ്റെ അവിടെ കാണാതെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും ഷോൾഡറെ. അങ്ങനെ 2 വശവും ഞാൻ ഷോൾഡർ കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അകത്തേക്ക് മടക്കി അടിച്ച്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ സ്ലീവിൻ്റെ സെൻറ്റർ വെച്ചിട്ട് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം മുതൽ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 സ്ലീവ് ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ അതിൻ്റെ സെൻറ്ററിലായിട്ട് സിബ് വെക്കണം. അപ്പോൾ സിബ് വെക്കാൻ വേണ്ടി അതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് ഞാനിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇരുവശങ്ങളിലുമായിട്ട് ഞാനൊരു 1.5 ഇഞ്ച് വീതം ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് ചോദിച്ചെന്നാൽ അത്രയും ഭാഗത്ത് നമ്മൾ പ്ലീറ്റ് ഇടാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ നടുവിലൂടെ സിബ് വരുന്നത് കൊണ്ട് അത്രയും ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ടാണ് അതിൻ്റെ അപ്പുറത്തോട്ടായിട്ടാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് പ്ലീറ്റ് ഇടാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ തമ്മിൽ ഒന്ന് പിൻ ചെയ്ത് വല്ലതും വയ്ക്കുവാണെങ്കിൽ ഈസിയാണ് കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ അതിൽ കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ 2 വശത്തു നിന്നും ഒരു 3.5 ഇഞ്ച് വരെയൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് 2 വശവും നമുക്ക് ഒരുപോലെ പ്ലീറ്റ് ഇട്ട് എടുക്കാൻ പറ്റും കേട്ടോ. 3 അങ്ങേയറ്റം 3.5 ഇഞ്ച്, അതിൽ കൂടുതലൊന്നും നമുക്ക് പ്ലീറ്റ് എടുക്കാൻ കിട്ടത്തില്ല. അതിനുള്ള വീതിയെ നമുക്ക് നൈറ്റി തുണിയിലൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരണം. ഒരു തവണ നിങ്ങളത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും കേട്ടോ. ഇങ്ങനെ പ്ലേറ്റ് ഇടാനുള്ള ഏരിയയിൽ നമ്മൾ 2 വശത്തും ഒരുപോലെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ പ്ലേറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുമേ.
അതുപോലെ ബാക്കി ഭാഗത്തും സെൻറ്ററിൽ നിന്നും ഞാൻ 2 വശത്തേക്കും 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും ഭാഗം വീട്ടിട്ടെടുക്കുക. പിന്നെ സൈഡ് കൂട്ടിയടിക്കുക, അടി മടക്കിയടിക്കുക. അതൊന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി നമുക്ക് സിബ് പിടിപ്പിക്കാനായിട്ട് ഒരു പീസ് തുണി ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം അകത്തേക്ക് മടക്കിയിട്ട്, മുകൾ ഭാഗമല്ല 4 വശവും നമുക്ക് ഒരു മടക്കിയിട്ടൊന്ന് അടിച്ചെടുക്കണം. അത് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സിബിൻ്റെ നീളം, ചെറിയ സിബാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 6.5 ഇഞ്ച് വരെയൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. അത്രയൊക്കെ നമുക്കിത് കിട്ടത്തുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആ സിബ് എത്ര വരുന്നു, ആ 6.5 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് നീളത്തിൽ അവിടെയൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ പീസിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ആ സെൻറ്റർ നമ്മൾ ആ വരച്ചിരിക്കുന്ന വരയിൽ കറക്റ്റായിട്ട് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് സെൻറ്റർ ഭാഗമായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. ഇതിലെയാണ് അതിൻ്റെ വര വരുന്നത്, വരച്ചിരിക്കുന്നത് വരുന്നത്. ഇതിലെയാണ് സെൻറ്റർ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ആ മാർക്ക് ചെയ്തിരിക്കുന്ന അവിടേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അടിക്കേണ്ടത് സെൻറ്ററിൽ കൂടെയല്ല, സെൻറ്ററിൻ്റെ അപ്പുറം ഇപ്പുറം ഒരല്പം നീക്കിയിട്ട് ഇതുപോലെ ഒരു വശത്തു നിന്നും താഴേക്ക് അടിച്ച് വന്നിട്ട് അവിടുന്ന് ഒരു വി പോലെ മേളിലേക്ക് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാനൊന്ന് വരച്ച് നോക്കുവാണ്. പക്ഷേ ആ വര ഇങ്ങോട്ട് ക്ലിയർ ആയില്ല കേട്ടോ. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമേ. കണ്ടോ, കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ കൂടി ഒന്ന് കട്ട് ചെയ്യാനുള്ള ഗ്യാപ്പ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ഇനി അത് സ്റ്റിച്ച് മുറിഞ്ഞു പോകാതെ അതിൻ്റെ ആ വീവുള്ള ഭാഗം ഉണ്ടല്ലോ, കറക്റ്റ് അവിടെ വരെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി അത് അകത്തേക്കാക്കി ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പുറമേ ഒന്ന് പതിച്ചടിച്ചിട്ട് അകത്തേക്ക് മറിച്ച് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എന്നിട്ട് അതിൻ്റെ പുറമേ നമുക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അകത്തേക്ക് ഇതുപോലെ സിബ് വെച്ചിട്ട് സിബ് നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ താഴ്ഭാഗത്തായിട്ട് ഒരു ചതുരം പോലെ വേണം കേട്ടോ അടിച്ചു വരാൻ. ആദ്യം നമ്മൾ വി പോലെയല്ലേ സ്റ്റിച്ച് ചെയ്തത്, അപ്പോൾ അങ്ങനെയല്ല, ഒരു ചതുരം പോലെ വേണം അടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ സിബ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ എക്സസായിട്ട് മുകളിൽ നിൽക്കുന്ന ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമുക്ക് ആ സിബ് പിടിപ്പിച്ചിരിക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിലൂടെ ഒരു പീസ് തുണിയും കൂടി ഒന്ന് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ആ സിബിൻ്റെ നീളത്തിനേക്കാൾ കുറേ കൂടെ നീളത്തിൽ, ഇതൊരു ഏകദേശം ഒരു 10 ഇഞ്ചോളം നീളത്തിൽ ഞാനൊരു പീസ് എടുക്കുന്നുണ്ട്. 2.5 ഇഞ്ചൊക്കെ വീതി വരുന്നുണ്ട്. അത്രയൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടത്തുള്ളൂ. അതിൽ കൂടുതൽ വലിപ്പത്തിൽ നമുക്ക് വേസ്റ്റായിട്ടൊന്നും തുണി നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വശം നമുക്ക് അകത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയടിക്കണം. അതിനുശേഷം നടുവേ മടക്കിയിട്ട് അത് സിബിൻ്റെ ഒരു വശത്തേക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ തുറന്നിരിക്കുന്ന വശം അങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ട് ആ സിബ് തയ്ച്ചിരിക്കുന്ന അതേ അടുപ്പിൽ കൂടി നമുക്ക് സിബ് തുറക്കുന്ന ഭാഗം എത്രത്തോളം ഉണ്ടോ താഴെ വരെ അവിടെ വരെ അടിച്ചൊന്ന് നിർത്തണം. അങ്ങ് താഴെ വരെ അടിച്ചു പോകരുത്. സിബിൻ്റെ നീളം എത്രത്തോളം ഉണ്ടോ അവിടെ വരെ അടിച്ച് നിർത്തിയിട്ട് ഇതുപോലെ അപ്പുറത്തോട്ടൊന്ന് മറിച്ചിട്ട് നമുക്ക് അരികിലൂടെ ഇതുപോലെ അടിച്ചു വരണം. അടിച്ചു വരുമ്പോൾ താഴ്ഭാഗം നമുക്ക് അതേപടി മടക്കി വെച്ചിട്ട് അടിഭാഗം നമുക്ക് അകത്തേക്കും കൂടി മടക്കി, ചതുരത്തിൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ മടക്കാം, വി പോലെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ മടക്കാം. എന്നിട്ട് ഇപ്പുറത്തെ വശത്തൂടെ ഇതുപോലെ അടിച്ചു വന്നിട്ട് ആ സിബിൻ്റെ കറക്റ്റ് അവിടെ വരുമ്പോൾ ഇതുപോലെ ചതുരത്തിൽ താഴ്ഭാഗം ഇതുപോലെ ചതുരത്തിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ
ഫ്രണ്ട് ഓപ്പൺ പ്ലീറ്റഡ് നൈറ്റി റെഡി ആയിട്ടുണ്ട്. ഈസി അല്ലേ തയ്ക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.